നമുക്കിന്ന് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇത് നമുക്ക് നമ്മുടെ സൈസിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വാച്ചാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കസ്റ്റം മെയ്ഡ് ഒരു ഐറ്റത്തിന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, നമ്മുടെ സൈസിന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബോക്സ് ചെയ്ത് നോക്കിയാലോ. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബോക്സ് സൈസ് വന്നിട്ട് 25 സെൻറ്റിമീറ്റർ നീളം, ഒരു 6 സെൻറ്റിമീറ്റർ വീതി, ഒരു 3 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൊരു ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഇത്രയും പോകുന്നൊരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ചാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ എടുത്തിരിക്കുന്ന ചാർട്ടിൻ്റെ അളവാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 25 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ നമുക്ക് 2 സൈഡിലേക്ക് പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലേക്കും കൂടിയിട്ട് 3 സെൻറ്റിമീറ്റർ വീതം 6ഉം, അത് ഉള്ളിലോട്ട് മടക്കാൻ വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്ത് 37 സെൻറ്റിമീറ്ററിൽ ആണ് ഇതെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ചാർട്ടിൻ്റെ വീതി വരുന്നത് 37 സെൻറ്റിമീറ്ററിലാണ്. ദെൻ ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ സൈഡ് ഭാഗം 2 ഭാഗം പൊക്കാൻ വേണ്ടി ഇതേപോലെ അതിൻ്റെ ഹൈറ്റ് 2 സൈഡിലേക്കും കൂടെ 6ഉം പ്ലസ് 2 സൈഡിലേക്കും ഒതുക്കാൻ ഉള്ളിലോട്ട് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് 6ഉം കൂടി 18 സെൻറ്റിമീറ്റർ. ഇത് അവസാനം ഞാൻ ഈ അളവൊന്നും കൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇത്രയും ഒന്ന്, അതായത് 37 സെൻറ്റിമീറ്റർ ഇൻറ്റു 18 സെൻറ്റിമീറ്ററിലുള്ള ഒരു കാർഡ്ബോർഡാണ്, ഒരു ചാർട്ട് പേപ്പർ. ഇനി നമുക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ 3 സെൻറ്റിമീറ്ററിൽ, പിന്നെ അടുത്ത സെൻറ്റിമീറ്റർ. ഓക്കെ, താഴ്ത്തുന്നു അതുപോലെ തന്നെ ക്രീസ് ചെയ്തെടുക്കാം. ആദ്യത്തെ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ക്രീസ് ചെയ്യാം. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്രീസ് ചെയ്യുന്ന ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ക്രീസ് ചെയ്യുന്ന മെഷീൻ ഇത് വെച്ചിട്ട് ക്രീസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഇങ്ക് കഴിഞ്ഞ റീഫില്ലറോ അല്ലെങ്കിൽ നമ്മുടെ നൈഫില്ലേ, പെൻ നൈഫിൻ്റെയൊക്കെ ബാക്ക് സൈഡ്, മൂർച്ചയുള്ള ഭാഗമല്ല, ബാക്ക് സൈഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ സൈഡും ഇതേപോലെ തന്നെ 3, 6, ഇതും വളയാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ 2 സൈഡിൽ അളവ് കൊടുക്കും. ഒന്ന് ക്രീസ് ചെയ്തൊക്കെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കും. ഇനി നമുക്ക് ഈ പോർഷനിൽ ഇപ്പം ഇവിടെ 4 സ്ക്വയേഴ്സ് ഉണ്ട്. ഇങ്ങനെ മടക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയില്ലേ, ഈ മടക്കുകളിൽ ഈ പോർഷനും കട്ട് ചെയ്ത് കളയാം. ഇതും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് പോകാം. ഇനി ഈ താഴോട്ടുള്ള ഒരു വരയില്ലേ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാതെ മുറിച്ച് കളയരുത്. ഇതാണ് ഇതുപോലെ. ഓക്കെ, ഇത് തന്നെ ഇപ്പം 4 പോർഷനും ചെയ്യാം. അതായത് 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി ഈ സൈഡ് ഉള്ളിലോട്ട് മടക്കാം. ഇത് മടക്കുക. കണ്ടോ? ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉള്ളിലോട്ട് മടക്കുക, പൊക്കി വയ്ക്കുക, ഇതിങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഇത് മടക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇത് 2 മടങ്ങി
വെച്ചു. മടക്കി കൊടുക്കും. ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ അടിഭാഗം. ഇനി ഇതുപോലെ തന്നെ ഒരു കഷ്ണം കൂടെ 1/2 സെൻറ്റിമീറ്റർ കൂട്ടി വെച്ച്, അതായത് ഈ ബേസ് 1/2 സെൻറ്റിമീറ്റർ, ഇത് നമ്മൾ അളവെടുത്തിരിക്കുന്നത് 6 സെൻറ്റിമീറ്ററാണ്. ഈ 6 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് പകരം 6.5 സെൻറ്റിമീറ്റർ എടുക്കുക. ഇങ്ങനെ മൂടി വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, 6.5 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെ നിന്നുള്ളതും അതുപോലെ തന്നെ 25 എന്നുള്ളത് 25.5 എടുക്കുക. അതിന് കൂടെ 6 കൂട്ടുക. അപ്പം നിങ്ങൾക്ക് നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ. നമുക്ക് നമ്മുടെ ബോക്സ് രണ്ടും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. അതിന് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാണ്. ഇത് നമ്മൾ ഈ ഭാഗം പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു പശയോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ, അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. വളരെ കുറച്ച് പറ്റിയാൽ മതി. അടുത്ത സൈഡ് രണ്ടും കൂട്ടി വെച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഗ്ലൂ വരേണ്ടത്. അവിടെ ഒരല്പം ഇതിനകത്ത് വെച്ചിരിക്കും. ഇതിവിടെ ക്ലോസ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരല്പം ഗ്ലൂ ആഡ് ചെയ്ത് ഇതും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലിഡിനും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ബോക്സ് റെഡിയായി. നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പൂ വയ്ക്കാം, ഒരു റിബണൊക്കെ വയ്ക്കാം. അതിന് നമുക്ക് ഇതുപോലെ ഒരു റെഡ് കളറിലുള്ള ഒരു റിബൺ എടുത്ത് ഒരറ്റം ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു തുമ്പ അങ്ങനെ കിടന്നിട്ട് അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് തുറന്നെടുക്കാൻ ഈസി വരും. ഇതിങ്ങനെ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിച്ചിങ്ങനെ എടുക്കാം. ഇത്ര നീളം വേണമെന്നില്ല. ഇനിയും നമുക്ക് വേണമെങ്കിൽ അലങ്കാരങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു പേപ്പർ ഫ്ലവർ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നല്ല ഈസി അല്ലേ? എല്ലാവരും ചെയ്തു നോക്കുക. ഇതുപോലത്തെ പേപ്പർ ഫ്ലവേഴ്സ് ഈസിയായി ചെയ്യാൻ പറ്റുന്ന പേപ്പർ ഫ്ലവേഴ്സ് നമ്മൾ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പർ ഫ്ലവർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പേപ്പർ ഫ്ലവേഴ്സ് നമ്മുടെ പേജിൽ കാണാൻ പറ്റും. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.